എൻ്റെ പേര് ഇനിയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രിസ്മസ് വാൾ ഹാങ്ങിങ് ആണ്. സോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ടോ ഇതാണ്. സോ നമുക്ക് വേണ്ടതാണ് സ്മോൾ സൈസ് പേപ്പർ, ഗ്ലൂ, സ്കെയിൽ, പെൻസിൽ ആൻഡ് സിസേഴ്സ്. നമുക്ക് ആദ്യം ഒരു പേപ്പർ എടുക്കാം. ഇനി നമുക്കിങ്ങനെ മടക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഒന്ന്, പിന്നെ ഇങ്ങനെ ചെയ്യണം. 2 3 4 5 6 ലൈൻസ് ഇങ്ങനെ ഇടണം. 6 ലൈൻ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഈ 6 ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്യണം. ഉണ്ടോ, ഈ ലൈനിൻ്റെ അകത്തോട്ട് പോലെ ഇവിടെ വരെ കട്ട് ചെയ്യണം. സോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ തുറക്കാം. ഉണ്ടോ, തുറക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സോ തുറന്നിട്ട് നമുക്ക് ഗ്ലൂ തേക്കാം. ഈ സൈഡിൽ ഗ്ലൂ തേക്കണം. ഉണ്ടോ, ഈ സൈഡിൽ ഗ്ലൂ, ആദ്യത്തെ ലൈൻ ഇങ്ങനെ ഗ്ലൂ തേച്ചിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ മടക്കണം. ഉണ്ടോ, ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ മടക്കണം. മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അതപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ തിരിച്ചിട്ട് ബാക്ക് സൈഡിലും ഇവിടെ ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും തേക്കാവുള്ളൂ. കുറേ തേച്ചാൽ ഇത് കീറിപ്പോവും. സോ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കാം. ഇങ്ങനെ ചെയ്യണം. ഇതും സെയിം അതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും. ഇനി നമ്മൾ ആദ്യം ഫ്രണ്ട് സൈഡ് ചെയ്തു, ബാക്ക് സൈഡ് ചെയ്തു. ഇനി ഫ്രണ്ടിൽ ചെയ്യണം. സെയിം പോലെ ഇതുപോലെ ചെയ്യാം. നേരത്തെ നമ്മൾ ബാക്കിലാണ് ചെയ്തത്, ഇനി ഫ്രണ്ടിലോട്ട് ചെയ്യണം. ഇനി ഇതാ ഇങ്ങനെ ആയില്ലേ. അപ്പോൾ ഇനി തിരിച്ചിട്ട് ബാക്കിൽ ചെയ്യണം. അത് ബാക്കിൽ ഇങ്ങനെ തേച്ചിട്ട് അടുത്തതാണ് നമ്മൾ ബാക്കിലോട്ട് ചെയ്യേണ്ടത്. ഉണ്ടോ, ബാക്കിലോട്ട് ചെയ്യണം. ഫ്രണ്ട് സൈഡിലോട്ട് ചെയ്യാം. ബാക്ക് സൈഡിലും ചെയ്യാം. ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇനി ഇതുപോലത്തെ നമുക്ക് 5 ലെഗ്സോ 6 ലെഗ്സോ എടുക്കാം. സോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന 1 2 6 ലെഗ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഉണ്ടോ, 6 ലെഗ്സ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് ഈ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. കേട്ടോ, തേച്ച് കൊടുത്തിട്ട് കെട്ടി കൊടുക്കട്ടോ. ഇനി അടുത്ത ഒരെണ്ണം എടുത്തിട്ട് ഈ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കണം. സ്ഥലത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതുപോലത്തെ ഒരെണ്ണൂടി എടുക്കാം. ഇനി ഈ സ്ഥലത്തിൽ ഗ്ലൂ തേച്ച് കൊടുക്കാം. കേട്ടോ, ഇവിടെ ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കാം. ഈ സ്ഥലത്തിൽ ഞാൻ ഗ്ലൂ തേക്കണം. അടുത്ത ഇങ്ങനത്തെ ഇവിടെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. സോ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഓക്കെ നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ.
പറ്റുവാണെങ്കിൽ കുറച്ച് നേരം ഇത് ഇങ്ങനെ വെക്കാം. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. ഇനി അടുത്ത നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാട്ടോ ഇട്ട് കൊടുക്കാം. ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് കേട്ടോ ഒട്ടിച്ച് കൊടുത്തു. ഇനി അടുത്ത ഒന്നുകൂടി ഉണ്ട്. നമ്മൾ 6 legsആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഗ്ലൂ തേച്ചിട്ട് അടുത്ത ഒരെണ്ണം എടുത്ത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലത്തെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിക്കണം. സോ നമ്മൾ ഇവിടെ ആദ്യത്തെ ഇതെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഉണ്ടോ ഇതിൻ്റെ ഇവിടെ ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇവിടെ കേട്ടോ ഈ സൈഡിൽ മാത്രം ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചില്ലേ ഇതുപോലത്തെ, അതുകൂടി നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഫസ്റ്റ് തേച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇത് ഒരുമിച്ച് കൂട്ടി ഒട്ടിക്കണം. ഇങ്ങനെ ഒട്ടിക്കണം. ഇത് ഒരുമിച്ച് കൂട്ടി ഒട്ടിച്ചിട്ട് ഉണ്ടാക്കി. ഇത് നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ ഉണ്ടാക്കാം, പല കളേഴ്സും ഉണ്ടാക്കാൻ ഉണ്ടോ, നല്ല രസമായിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.